ഞാൻ പ്രിയ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് ചോക്ലേറ്റ് ട്രഫിളാണ്. ആദ്യം നമുക്ക് ബട്ടറിനെ ബീറ്റ് ചെയ്യാമേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അടുത്ത നമുക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാമേ. 3/4 കപ്പ് ബ്രൗൺ ഷുഗറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഓരോന്നായിട്ട് ആഡ് ചെയ്യാമേ. ഇത് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. 3/4 കപ്പ് മൈദയിലോട്ട് 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് നല്ലോണം മിക്സ് ചെയ്യാമേ. ഇതിനെ നമുക്ക് നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് പതിയെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ ചോക്ലേറ്റ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ടിന്നിലേക്ക് പകർത്തി മാറ്റാം. നമുക്കിതിനെ ടാപ്പ് ചെയ്തിട്ട് ഇനി ബേക്ക് ചെയ്യാൻ വെക്കാം. 160 ഡിഗ്രിയിൽ നമുക്ക് ഇതിനെ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നമ്മുടെ സ്പഞ്ച് ബേക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളത് ചോക്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, മെഷർ ചെയ്തിട്ട് 2:1 എന്ന മെഷർമെൻറ്റിലാണ് നമ്മൾ ചോക്ലേറ്റും ക്രീമും എടുത്തിരിക്കുന്നത്, ഫ്രഷ് ക്രീമിനെ നമുക്കൊന്ന് ചൂടാക്കാം. ക്രീം ചൂടായിട്ടുണ്ട്, നമ്മളുടെ ചോക്ലേറ്റിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ ചൂടുള്ള ക്രീം നമ്മൾ ഒഴിച്ചു. ഇനി ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമുക്ക് അങ്ങനെ ഒന്ന് ഇരിക്കട്ടെ, ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കാം. നമ്മുടെ പ്രലൈന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രലൈന് ഒന്ന് പൊടിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്, പെർഫെക്റ്റ്ലി വന്നിട്ടുണ്ട്. നമുക്കെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമുള്ള ഒരു ചെറിയൊരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം. വെള്ളം നമുക്ക് തിളച്ച് കിട്ടി. നമ്മളുടെ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ കേക്കിനെ ഒന്ന് ഇളക്കിയെടുക്കാമേ. ഈ കേക്കൊന്ന് ചൂടാറട്ടെ. നമ്മളുടെ കേക്ക് ഇനി നമുക്ക് ലെയർ ചെയ്യാം. എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് ലെയർ ചെയ്ത് കൊടുക്കാം കേക്കിനെ. നമ്മളൊരു 4 ലെയേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഫില്ല് ചെയ്യാമേ. നമ്മുടെ ആദ്യത്തെ ലെയർ ഒന്ന് വയ്ക്കാം. ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സോക്കിംഗ് സിറപ്പാണ്. കോഫി ഇതിനൊരു സ്പെഷ്യൽ ഫ്ലേവറും സ്മെല്ലും ഒക്കെ കൊടുക്കും കേട്ടോ. നമ്മളുടെ കുറച്ച് പ്രലൈൻ ഇട്ട് കൊടുക്കാമേ. അടുത്ത ലെയർ വെക്കാമേ. സെയിം പ്രൊസീജിയർ, സോക്ക് ചെയ്യാം. ഒരുപാട് സോക്ക് ചെയ്യേണ്ട ചോക്ലേറ്റ് ട്രഫിള്. നമ്മുടെ ലാസ്റ്റ് ലെയറും വെച്ച് ഒന്ന് ചില്ല് ചെയ്യാം. വെരി ബിസി ഹിയർ. ഓക്കെ, തീമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? തീം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റിയൽ ലൈഫ് സ്റ്റോറിയാണ്. കേക്ക് സെറ്റ് ആവാൻ വേണ്ടി വെച്ചേക്കുന്നു. ചില്ലറിൽ കൊണ്ടുപോയി ഇനി ഫോണ്ടന്റ് റോൾ ചെയ്യണം. ഫൈനൽ വർക്ക്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇനി സ്റ്റോറി ടെല്ലിംഗ് തീമാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫോണ്ടൻ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മളുടെ കേക്കിനൊരു 7 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 7 സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇതിനെ റോൾ ചെയ്യാം. നമുക്ക് കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഫോണ്ടൻ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാമേ.
ഹായ് പ്രിയ. ഹലോ മാം. എന്താണ് പറഞ്ഞത്? മറ്റേ സ്വന്തം കഥയാണ് അല്ലേ? അതെ, സ്വന്തം കഥയാണ്. സ്വന്തം ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങളുടെ വണ്ടി ഈ കഴിഞ്ഞ മാർച്ച് 21 ഞങ്ങൾക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു വെഞ്ഞാറമൂട് വെച്ചിട്ട്. അപ്പം അതിൻ്റെയാണ് ഇത് കാണുന്നത്. ആ ദിവസം ഒരിക്കലും മറക്കത്തില്ല. ഇത് ടയറാണ് ഊരിപ്പോയി, വണ്ടി ട്വിസ്റ്റായി നിന്നതാണ്. രാത്രിയിലാണ് സംഭവിച്ചത്. ഇത് ഞാനും ഹസ്ബൻഡും 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. 2 മക്കൾ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം അതുകൊണ്ട് മൂത്തയാളും ചെറിയ ആളും, ഇതുകൊണ്ടേ ചെറിയ ആൾ, ഞാൻ, എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ജസ്റ്റ് കണ്ണടച്ചതാണ് വെഞ്ഞാറമൂട് വെച്ച്. 2 സെക്കൻഡ് കൊണ്ട് ഫുൾ ഇതായി. രണ്ടുപേരുണ്ടായിരുന്നു. മോൻ്റെ സൈഡാണ് പോയി ഇടിച്ചത്. മൂത്ത മോൻ ഫ്രണ്ടിലിരിക്കുമായിരുന്നു, ഞാൻ ബാക്കിലായിരുന്നു. ഞാനും കുഞ്ഞു വെച്ചും ബാക്കിലായിരുന്നു. ഞങ്ങൾ ടയേർഡായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ സിസ്റ്ററിലേക്ക് ബേബി ഉണ്ടായതുകൊണ്ട് ഞാനായിരുന്നു ഹോസ്പിറ്റൽ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് വന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് പുള്ളിയെ, അല്ലെങ്കിൽ ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടാണ് പോരുന്നത്. അന്ന് ഉറങ്ങത്തില്ലായിരുന്നു. 1 സെക്കൻഡാണ് പോയത്. അപ്പോൾ എൻ്റെ കുഞ്ഞു മോൻ വിറക്കി വരുന്നു. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, നമ്മളൊരിക്കലും മറക്കത്തില്ല. കൊച്ചു തെറിച്ചു പോയി, എവിടെ കിടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. കൊച്ചിൻ്റെ കരച്ചിലേക്ക് അമ്മ എന്നുള്ളത്. അപ്പം അങ്ങനെ അവൻ്റെ കാലും കൈയും വിറച്ച് നിൽക്കുന്നു. മൂത്തയാളുടെ കണ്ണിലെ ചില്ലുകൊണ്ട് അത് പിന്നെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഫുള്ള് ചില്ലുകൊണ്ട്. പക്ഷേ ഇത് ഞങ്ങൾക്ക് സങ്കടമല്ല, ഞങ്ങൾക്കൊരു വലിയ മിറക്കിളാണിത്. സന്തോഷത്തിൻ്റെ ഒരു ഇതാണ്. കാരണം അത് ഞങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും വരുത്താതെ ഞങ്ങളെ ദൈവം കാത്തു എന്നുള്ളതിൻ്റെ ഒരു. എത്ര കുട്ടികളാണ്? എനിക്ക് 4 പേരാണ്. 2 പേരാണ് കാറിലുണ്ടായിരുന്നത്? 2 പേര് എൻ്റെ വീട്ടിലായിരുന്നു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് വീട്ടിൽ വിട്ടു. ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോരുന്ന വഴിക്കായിരുന്നു. പക്ഷെ വെഞ്ഞാറമൂട്ടിലെ ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും മറക്കത്തില്ല. അതെ, അവരിലാണ് ഞങ്ങൾ, അവിടുത്തെ ലോക്കൽ ആൾക്കാരാണ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊക്കെ ചെയ്തത്. മിറക്കിൾ തന്നെയാണ്, ശരിക്കും മിറക്കിൾ തന്നെയാണ്. ഇല്ല, മാർച്ച് 21. അപ്പോൾ ഈ കേക്ക് എന്താണ്? കേക്ക് ചോക്ലേറ്റ് ട്രഫിളാണ്. ചോക്ലേറ്റ് ട്രഫിൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന കേക്കാണ് ചോക്ലേറ്റ് ട്രഫിൾ. അതിൽ കോഫി സിറപ്പ് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത്, അധികം സോക്ക് ചെയ്തിട്ടില്ല. പിന്നെ ട്രഫിള്, പിന്നെ ജസ്റ്റ് പ്രൊലൈൻ. ഫോണ്ടൻ്റെ വെച്ച് കവർ ചെയ്തേക്കുന്നത്. ഇത് ഷുഗർ ഷീറ്റാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റോറി ടെല്ലിംഗ് തീം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് റിയൽ ഇൻസിഡൻ്റ് ആണ്. ഇതിൻ്റെ അകത്തുള്ള കേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഇത് ചോക്ലേറ്റ് ട്രഫിളാണ്. അപ്പോൾ നമുക്കിത് ജഡ്ജസിൻ്റെ കയ്യിൽ കൊടുക്കാം.